ഇപ്പൊ മരീദിനെ കുറിച്ച് പറയുമ്പോൾ, രോഗിയെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാര് രോഗി 3 കാറ്റഗറി ഉണ്ട് എന്ന് പറയും. 3 വിഭാഗം രോഗികളുണ്ട്. ഒന്നാമത്തെ വിഭാഗം അൽ മരീദു മർദൻ യസീറൻ, വളരെ ലൈറ്റ് ആയിട്ടുള്ള ചില രോഗങ്ങളുണ്ട് അല്ലെ. അങ്ങനെയുള്ള രോഗങ്ങൾ ഇല്ലാത്ത മനുഷ്യന്മാർ വളരെ കുറവായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ ഒരു ചെറിയ ജലദോഷം, മൂക്കൊലിപ്പ്, ചെറിയ തലവേദന, കാലിന് മുട്ടുവേദന, നടുവേദന, ഇതൊക്കെ എല്ലാവർക്കും ചെറുതോ വലുതോ ആയ രീതിയിൽ പല മനുഷ്യർക്കും ഉള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ രോഗിയാണ്, ആ നിലക്ക് രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് നോമ്പ് ഒഴിവാക്കാൻ അനുവാദമില്ല. നിർബന്ധമായി നോമ്പെടുക്കണം. ചെറിയൊരു തലവേദന ഉണ്ട്, അപ്പൊ ഞാൻ നോമ്പെടുക്കുന്നില്ല, അങ്ങനെ പറയരുത്. അല്ല ചെറിയൊരു മൂക്കൊലിപ്പുണ്ട്, നോമ്പെടുക്കുന്നില്ല എന്ന് പറയരുത്. അല്ല കാലിനൊരു മുറിവുണ്ട്, ഞാൻ നാളെ നോമ്പെടുക്കുന്നില്ല, പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, വേറൊന്നുമില്ല, അതിന് നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. ഒന്നാമത്താണ്. രണ്ടാമത്തത് മരീദുൻ മർദൻ ശദീദൻ ഔ മുതവസ്സിതൻ, കടുത്ത രോഗം അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലുള്ള രോഗമാണ്. പക്ഷേ വയഗ്ലിബു അല ളന്നി തദററഹു ബിസ്സൗം, അവന് മിക്കവാറും ആ നോമ്പ് കൊണ്ട് അവന് കാര്യമായി ബാധിക്കും. ഈ രോഗം നോമ്പിനെ കാര്യമായി ബാധിക്കുമെന്ന്, വളരെ കാര്യമായി ബാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നു, ആ നോമ്പ് കൊണ്ട് ചിലപ്പോൾ അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒക്കെ ഒരു ഭാഗം തളർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്, അതിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവൻ മരിച്ചു പോകാൻ തന്നെ സാധ്യതയുണ്ട്. ഇത്തരം രോഗിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കൽ നിർബന്ധമില്ല എന്ന് മാത്രമല്ല, നോമ്പെടുക്കൽ ഹറാമാണ്. അത്തരം രോഗികൾ നോമ്പെടുക്കാൻ പാടില്ല, ദീനിൽ നിഷിദ്ധ. ഒരാളുടെ കടുത്ത ഡയാലിസിസ് പേഷ്യന്റാണ്, ഡോക്ടർ പറഞ്ഞിരിക്കും നിങ്ങൾക്ക് അങ്ങനെ വളരെ കൃത്യമായി നോമ്പ് എടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ കിഡ്നി ചിലപ്പോൾ ഫെയിലായി പോകും, ഒരു കിഡ്നി ഇല്ലാതായി പോകും, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വരും. അങ്ങനെയുള്ള രോഗിയാണ്, കാര്യമായ രോഗം. അപ്പോൾ ഇയാൾ ഇല്ല ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ നോമ്പിന് മരിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ നിഷിദ്ധാണ്, ദീനത് പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ മരിച്ചാലും ശരി, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നാലും ശരി, ഞാൻ നോമ്പെടുക്കും, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ആ ആഗ്രഹം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നിർബന്ധമാക്കിയിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ ദററ വലാ ദിറാർ, നീ സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല, മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. ഹദീസിൽ വന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രതിഫലം പ്രതീക്ഷിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴാണ് ഈ പറയുന്നത് ഹറാമാകുന്നുള്ളത്? സ്വന്തത്തിന് അങ്ങേയറ്റ ഉപദ്രവം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാകുന്ന സാഹചര്യം. ഇനി മൂന്നാമത്തെ ഒരു അവസ്ഥയുണ്ട്, ഇവിടെയും ഒരു മീഡിയം അല്ലെങ്കിൽ വലിയൊരു രോഗം തന്നെയാണ്. പക്ഷേ രണ്ടാമത്തതിൽ പറഞ്ഞതുപോലെ അത്ര വലിയ ഒരു ദറർ, ഒരു ഉപദ്രവം ഉണ്ടാകുമെന്ന് ഇല്ല. ഒരു മശക്കത്തുണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെയുള്ള ഒരു ദററിലേക്ക്, ഒരു ഉപദ്രവത്തിലേക്ക് എത്തുന്നില്ല, പ്രയാസമുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് അവൻ ഏറ്റവും അഫ്ദൽ നോമ്പ് ഒഴിവാക്കലാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് കടുത്ത പനിയുണ്ട്, കടുത്ത പനി നോമ്പെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മരിച്ചു പോകുന്നില്ല, പക്ഷെ നല്ല പ്രയാസം ഉണ്ടാവും. ഇടക്കിടക്ക് വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഗുളികയൊക്കെ കഴിക്കുമ്പോഴായിരിക്കും ഒരു ആശ്വാസം ഉണ്ടാവുക. അതിന് നോമ്പെടുക്കാൻ സാധിക്കില്ല. പക്ഷേ അവൻ കുഴപ്പമില്ല എന്ന് വെച്ച് നോമ്പെടുക്കുകയാണെങ്കിൽ ഹറാം എന്ന് പറയുന്നില്ല. പക്ഷേ അഫ്ദൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റുഖ്സ, ഇളവ് സ്വീകരിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ രോഗി എന്ന് പറയുമ്പോൾ ഈ മൂന്നാലൊരു കാറ്റഗറിയിലാണ് എപ്പോഴും വരിക. അതിന്റെ ഹുക്കം അങ്ങനെയാണ്.